തെരഞ്ഞെടുപ്പിന്റെ കാലമാണ്, കേരളത്തിന്റെ നല്ല നാളേക്കായിട്ടാണ് സതീശൻ. അത് അദ്ദേഹത്തിന്റെ വിശ്വാസമായിരിക്കും, ഞങ്ങളുടെ ആരുടെയും വിശ്വാസം അതല്ല. ലീഗ് ഭരണത്തിൽ പിടിമുറുക്കുന്നതിന്റെ സൂചനയാണോ തീർച്ചയായിട്ടും വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് വി ഡി സതീശൻ യോഗ്യനല്ല, യോഗ്യതക്കുറവുണ്ട് എന്നാണോ പറയുന്നത്? മനസ്സിലായില്ല. അതായത് ഇപ്പോ മൂന്നാളിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് വി ഡി സതീശനാണ്. അപ്പോ അദ്ദേഹത്തിന് ഈ മൂന്നാളുകളിൽ യോഗ്യതക്കുറവുണ്ട്. 3 പേരും യോഗ്യരായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. നായര് ചത്തു, ചുകുമാരൻ ചത്തു. ചുകുമാരനെ സതീശൻ അടിച്ച് കൊന്നു. കൂട്ടത്തില് നടേശനും ചത്തു. വർഗീയ വിഷജന്തുക്കള്. കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയൻ്റെത് ഊമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. സതീശനെ അതിന് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരുമെന്ന് കണ്ടപ്പോൾ തുടങ്ങിയ ഒരു മൂലം കടച്ചിലാണ്. എന്താണെങ്കിലും അവസാനം വിഷജന്തുക്കളെ സതീശൻ തല്ലിക്കൊന്നു. സതീശൻ തല്ലിക്കൊന്നു അല്ലേ? സതീശൻ കസേരയിലേക്ക് എത്തുന്നതിന് ഭയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അതിൽ നമ്പർ 1, നമ്പർ 2 ചുകുമാരനും നടേശനും 2 എണ്ണവും ചത്തു. ഇനി അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഇവറ്റകൾ വീണ്ടും ജീവൻ വെക്കും. ഇനി വരും ദിവസങ്ങളിൽ ചത്തത് കാരണം ഈ 5 കൊല്ലം ഇപ്പം അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ, ഇപ്പം വല്ല പട്ടിയൊക്കെ വണ്ടി കയറിയിട്ട് ചത്ത് കിടക്കുന്നുണ്ടാവും റോട്ടുമേൽ. എന്താണ് അവസ്ഥ? മണിക്കൂറുകൾ കഴിയുന്തോറും ചീഞ്ഞു നാറും. ഇനി വരുന്ന 5 വർഷം ഈ ചുകുമാരൻ്റെതും നടേശൻ്റെതും 2 എണ്ണത്തിൻ്റെയും ദുർഗന്ധം കേരളം സഹിക്കേണ്ടി വരും എന്നുള്ള ഒരു കുറവ് മാത്രമേ കേരളത്തിനുള്ളൂ. ഈ കുറവങ്ങോട്ട് സഹിച്ചാൽ കേരളം ബാക്കിയെല്ലാം പക്ക അല്ലേ? കുരുപൊട്ടലുകൾ തുടങ്ങിയിരിക്കുന്നു. കാരണം എന്താ? ഭയമാണ്. ഭയം എന്ന് പറഞ്ഞാൽ വരുന്ന 5 വർഷക്കാലം ഒരുപാടധികം കണക്കുകൾ പറയേണ്ടി വരും. പിണറായി വിജയൻ്റെ മൂട് താങ്ങി നടന്നവരും കണക്ക് പറയേണ്ടി വരും. വിജയനും പറയേണ്ടി വരും, വിജയൻ്റെ അടിമകളും പറയേണ്ടി വരും. അതിൻ്റെയൊക്കെ ആ വിജയൻ്റെ അടിമകളുടെ പ്രതിനിധിയാണ് ഈ ചുകുമാരൻ. എടോ നായരെ, എടോ ചുകുമാര, തനിക്കെന്താടോ യോഗ്യത? സതീശന്റെ യോഗ്യത എന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതുസമൂഹം അയാൾക്ക് പതിച്ചു നൽകിയ യോഗ്യത. ചുകുമാര, തനിക്കെന്താടോ യോഗ്യത? താൻ പേപ്പട്ടി കുരക്കും പോലെ കുരക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം തനിക്ക് ഊമ്പൽ ഏർപ്പാടായത് കാരണം, തൻ്റെ ജോലി ഊമ്പലായത് കാരണം കുരക്കാൻ സമയം കിട്ടിയിട്ടില്ല. തനിക്കെന്താണ് യോഗ്യത ചുകുമാര? സതീശന്റെ യോഗ്യത അത് അളക്കാൻ പോലുമുള്ള യോഗ്യത തനിക്കില്ല. സതീശന്റെ യോഗ്യത അളക്കാനുള്ള യോഗ്യത അത് ചുകുമാരനില്ല. മനസ്സിലായില്ലേ? ചുകുമാരനൊക്കെ വെറും വിഷജന്തു. കണ്ടാൽ പേപ്പട്ടികളെ കണ്ടാൽ എന്താ ചെയ്യാറ്? ഇപ്പോഴല്ല, മുമ്പ്. ഇപ്പോൾ പിന്നെ നിയമങ്ങളൊക്കെ മാറിയത് കൊണ്ട് ആരും ചെയ്യാറില്ല. മുമ്പ് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്ന? പേപ്പട്ടികളെ കണ്ടാൽ എറിഞ്ഞു കൊല്ലും, തല്ലിക്കൊല്ലും അല്ലേ? ഇപ്പോൾ ഒരു പാമ്പ്, ഒരു മാരക വിഷമുള്ള ഒരു പാമ്പ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്താ ചെയ്യാറ് സാധാരണ? അത് തന്നെ ചെയ്യണം. വിഷജന്തുക്കളെ കൊല്ലണം അല്ലേ? അതല്ലേ വേണ്ടത്? ചുകുമാര, ഭയം നിന്റെ ഉള്ളിൽ അങ്ങനെ അലട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാ. അത് ഈ അന്തം കമ്മികൾ കരുതുന്നത് പോലെ തന്നെ സതീശനല്ലാതെ മറ്റാര് വന്നാലും മാനേജബിളാണ്, മാനേജ് ചെയ്യാൻ കഴിയും. പക്ഷേ സതീശൻ വന്നാൽ അത് ഉണ്ടാവില്ല. ഇപ്പം എന്താ സംഭവിച്ചേ? സതീശൻ വന്നു, നമ്പർ 1 കേരളത്തിൻ്റെ നയിക്കാൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വടശ്ശേരി ദാമോദരൻ സതീശൻ എത്തിയിരിക്കുന്നു. അത് ചുകുമാര വെറുതെ അങ്ങോട്ട് എത്തിയതല്ല. അത് സുകുമാര
പല മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തി ജനവികാരമെന്ന് പറയുന്ന ഒരൊറ്റ മാനദണ്ഡം, ജനം ജനം ജനം. ഈ ജനം കഴുതയല്ല ചുകുമാര, നടേശ, ഈ ജനം കഴുതയല്ല. ഈ ജനം നല്ല ബുദ്ധിയുള്ളവരാ, നിങ്ങളെപ്പോലെയല്ല, നിങ്ങളെക്കാളേറെ ബുദ്ധിയുള്ളവര്. അതാണ് ഈ ജനം. നിങ്ങളുടെ കയ്യിലുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അത് ബുദ്ധിയല്ല, അത് പണമാ. പണം, ബാക്കിയുള്ളവരെ പറ്റിച്ചുണ്ടാക്കി നക്കുന്ന പണം, അത് ആവോളം വേണ്ടുവോളം ഈ രണ്ട് വിഷജീവികളുടെ കയ്യിലുണ്ട് എന്നതിനൊഴിച്ചാൽ സതീശൻ്റെ യോഗ്യതയും സതീശൻ്റെ ജനപിന്തുണയും അത് നിങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട്, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. നിങ്ങളുടേതെന്ന് മാത്രമല്ല, നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ കുരച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട്. അതിനി കണ്ണൂരിൽ കിടന്നാലും തിരുവനന്തപുരത്ത് കിടന്നാലും അമേരിക്കയിൽ പോയി കിടന്നാലും എവിടെ ചെന്ന് കിടന്നാലും ആ ഉറക്കം ഇങ്ങനെ നഷ്ടപ്പെട്ടു കൊണ്ടേയിരിക്കും. ചുകുമാര, മന്നത്ത്, ആ മന്നം സമാധിയുടെ മന്നത്തിൻ്റെ NSSൻ്റെ ആ ഒരു പേരിനെയും പ്രശസ്തിയെയും അതിൻ്റെ പവിത്രതയും കളങ്കപ്പെടുത്തുന്ന ഒരുത്തനാണ് താൻ. മനസ്സിലായില്ലേ? നായ രേ, എടോ നായ രേ, നിനക്ക് മനസ്സിലായില്ലേ? സതീശൻ്റെ യോഗ്യത നീ അളക്കണ്ട. സതീശൻ്റെ യോഗ്യത എന്താണ് എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹം പതിപ്പിച്ച് നൽകിയതാ. മനസ്സിലായില്ലേ? നായർക്കൊക്കെ ഇങ്ങനെ മൂലം കടച്ചില്ല. നായർക്കൊക്കെ നായരുടെ ഉള്ളിൽ നിന്ന് വിഷം ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുക, വർഗീയതയുടെ വിഷം. നായർ എന്താ പറയുന്നത്? മുസ്ലിം ലീഗിൻ്റെ പിന്തുണ, ലീഗിന് കീഴടങ്ങി കോൺഗ്രസ്. കഷ്ടമായി പോയത്രേ. എടോ നായ രേ, താൻ ഈ കേരളത്തിൽ ജനിച്ചതിൽ വലിയ കഷ്ടം വേറെ ഇല്ല. കേരളത്തിന് താൻ ഒരു മലയാളി ആയതിൽ വലിയ അപമാനം കേരളത്തിനില്ല. താൻ ഈ കേരളത്തിൽ തന്നെ, ഈ രാജ്യത്ത് കേരളമല്ലാത്ത എവിടെ താൻ ജനിച്ചാലും ഒരു കുഴപ്പവും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ തന്നെ പോലെ ഒരു വിഷജന്തുവിനെ കേരളത്തിൻ്റെ മണ്ണിൽ പിറന്നു വീണത്, അത് തന്നെയാണ് കഷ്ടം. നായ രേ, മനസ്സിലായില്ലേ? തന്നെക്കാൾ വലിയ അപമാനം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മറ്റൊന്നില്ല. അത് NSSനാണെങ്കിലും നായർ സമൂഹത്തിനാണെങ്കിലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനാണെങ്കിലും ആർക്കാണെങ്കിലും തന്നെക്കാൾ വലിയ ഒരു അപമാനം വേറെ ഇല്ല. മനസ്സിലായില്ലേ? മുസ്ലിം ലീഗ് പറയും, മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുമുണ്ട്, അത് പറയാനുള്ള അർഹതയുമുണ്ട്, അത് പറയാനുള്ള യോഗ്യതയുമുണ്ട്. UDF എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ, UDF എന്ന് പറയുന്ന മുന്നണിയിലെ രണ്ടാം കക്ഷിയാണെങ്കിൽ 27 സ്ഥാനാർത്ഥികളെ നിർത്തി 22 ആളുകളെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞ പാർട്ടിയാണെങ്കിൽ, 2 MP-മാരുള്ള പാർട്ടിയാണെങ്കിൽ, കേരളത്തിൽ വലിയ വോട്ട് ഷെയർ ഉള്ള ഒരു പാർട്ടിയാണെങ്കിൽ, ആ പാർട്ടിക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണെങ്കിൽ ആ പാർട്ടിക്ക് അഭിപ്രായം പറയാനുള്ള അവസരമുണ്ട്, യോഗ്യതയുണ്ട്, അർഹതയുണ്ട്. അത് ചോദിച്ചിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. അതിന് എടോ നായ രേ, നിന്റെ തന്തയുടെയും നിന്റെയും നിന്നെ ഉണ്ടാക്കിയവരുടെയും അവരുടെ അപ്പൂപ്പന്മാരുടെയും ഒരുത്തൻ്റെയും അനുവാദം വേണ്ടടോ നായ രേ. ഡോ ചുകുമാര, നീ എന്താ കരുതിയത്? ഈ കേരളത്തെക്കുറിച്ച് താൻ എന്താണോ കരുതിയത്? ഇത്രയും കാലം പിണറായി വിജയൻ്റെ വിഴുപ്പ് താങ്ങി നടന്ന, കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ്റെ വിഴുപ്പ് താങ്ങി നടന്ന, പിണറായി വിജയൻ കുഴലൂത്ത് നടത്തിക്കൊണ്ടിരുന്ന ചുകുമാരൻ, ഈ ചുകുമാരൻ, എടോ ചുകുമാര, താനല്ല കേരളം. തൻ്റെ പുഴുത്ത് നാറുന്ന നാവല്ല കേരളം, തൻ്റെ പുഴുത്ത് നാറുന്ന മനസ്സല്ല കേരളം. ഈ കേരളം മറിച്ച് മറ്റൊന്നാണ്. ആ കേരളം, ഈ പ്രബുദ്ധ കേരളം നിന്നത് സതീശനൊപ്പമാ. ആ സതീശനൊപ്പം നിൽക്കുമ്പോൾ ജനവികാരം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ജനവികാരത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. ആ പാർട്ടി അത് വളരെ വൃത്തിക്ക് വെടിപ്പായിട്ട്
ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. അതിന് നിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. മനസ്സിലായില്ലേ? നീ എന്താക്ക്, നിന്റെ സർട്ടിഫിക്കറ്റ് നിന്റെ വീട്ടിലുള്ളവർക്ക് കൊടുക്ക്, നീ ജനിപ്പിച്ച പെറ്റകൾക്ക് കൊടുക്ക് നിന്റെ സർട്ടിഫിക്കറ്റ്. അതിനപ്പുറം ഒരു സർട്ടിഫിക്കറ്റ് നിന്റെ അടുത്ത് നിന്ന് വാങ്ങണ്ട ഒരു ഗതികേട് സതീശൻ ഇല്ലടോ. തൻ്റെ ഒന്നും സപ്പോർട്ട് വേണ്ട. നിന്റെ തെണ്ണ നിറങ്ങാൻ സതീശനെ കിട്ടില്ല. അത് തന്നെയാണ് നിന്റെ മൂലം കടച്ചില്. സതീശൻ വരില്ല, നിന്റെ അടുത്തേക്ക് സതീശൻ വരില്ല. ആ ഒരു കഴപ്പ് നിനക്ക് നന്നായിട്ടുണ്ട്, ആ ഒരു വേദന നിന്നെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ടുണ്ട്. നീ അങ്ങോട്ട് സഹിക്കടാ ചുകുമാര. വരുന്ന 5 വർഷക്കാലം നീ അതങ്ങോട്ട് സഹിക്ക്. നീ എന്നിട്ട് ഇത് സഹിക്കാൻ കഴിയാതെ എരിപിരി കൊണ്ട് വെപ്രാളപ്പൂണ്ട് അസ്വസ്ഥതപ്പെട്ട് രോഷാകുലനായി ഉള്ളിൻ്റെ ഉള്ളിൽ പകയും വിദ്വേഷവും ഇങ്ങനെ വളമിട്ട് വളർത്തി അങ്ങനെ ഒരു മുഴുനീള വിഷജന്തുവായി വിഷസർപ്പമായി നീ മാറണം. എന്നിട്ട് നിന്നെ കേരളത്തിലെ ജനങ്ങള് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹം കാണണം. മനസ്സിലായില്ലേ? കാരണം കേരളം എന്ന് പറയുന്ന ഈ നാടിൻ്റെ പവിത്രതക്ക് കളങ്കപ്പെടുത്തുന്ന ഒരു വിഷസർപ്പമാണ് ചുകുമാര നീ. നീ ഈ കേരളത്തിൽ പിറന്നു വീണത് അതാണ് കഷ്ടം. നീയാണ് അപമാനം. ഈ കേരളത്തിന് അപമാനമാണ് നീ ചുകുമാര. മനസ്സിലായില്ലേ? സതീശന്റെ യോഗ്യത നിന്റെ എന്തിനു വേണോ? കോടിക്കണക്കിനായ മനുഷ്യരുടെ സപ്പോർട്ട്, അവരുടെ പിന്തുണ, അത് സതീശനാ. വളർന്നു വരുന്ന യുവതലമുറയുടെ പിന്തുണ, അത് സതീശനാ. ഇവിടുത്തെ സ്ത്രീകളുടെ പിന്തുണ, അത് സതീശനാ. ഇവിടുത്തെ അമ്മമാരുടെ പിന്തുണ, അത് സതീശനാ. ഇവിടുത്തെ യുവതലമുറയുടെ പിന്തുണ, അത് സതീശനാ. ഇവിടുത്തെ കേരളത്തിലെ കോടിക്കണക്കായ ജനങ്ങളുടെ പിന്തുണ, അത് സതീശനാ. നിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടടോ ചുകുമാര. നിന്റെ സർട്ടിഫിക്കറ്റ് ആർക്ക് വേണം? നിന്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ട് ചുകുമാര നിന്റെ അടുത്ത് സതീശൻ വരില്ല. സതീശൻ വരില്ല. സതീശൻ വരില്ല. മനസ്സിലായില്ലേ? നീ അങ്ങനെ കുറേ എണ്ണത്തിനെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ സതീശൻ അതിന് കിട്ടില്ല. അത് തന്നെയാണ് നിന്റെ ചൊറിച്ചില്, നിന്റെ മൂലം കടച്ചിലിൻ്റെ കാരണവും അത് തന്നെയാണെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ചുകുമാരൻ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. ഈ ചാവാൻ നേരത്തെങ്കിലും അല്പം ബോധമെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുസമൂഹം നിന്നോടൊപ്പമല്ല, മറിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹം സതീശനൊപ്പമാണെന്നുള്ള ബോധം നിനക്കുണ്ടായാൽ നല്ലത്. അതല്ലെങ്കിൽ നീ ഇങ്ങനെ നാറി പുഴുവരിച്ച് നാറി ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യനായി, ജനങ്ങളുടെ മുന്നിൽ കോമാളിയായി, ജനങ്ങളുടെ മുന്നിൽ ഒരു കീറച്ചാക്കിൻ്റെ വില പോലും ഇല്ലാത്തവനായിട്ട് ചത്തൊടുങ്ങേണ്ടി വരും ചുകുമാരാ.